നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ചമ്മന്തിയാണ്. ഈ ചമ്മന്തി കുട്ടികൾക്കും കൂടി വളരെയേറെ ഇഷ്ടപ്പെടും. ഇത് ഉണ്ടാക്കാനും എളുപ്പമാണ്. വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് ഈസിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഉണ്ടാക്കി വെച്ചാൽ നമുക്കത് 3-4 ദിവസം കേടുവരാതെ കൂട്ടി കഴിക്കാൻ പറ്റും. ജോലിക്ക് പോകേണ്ടവർക്കൊക്കെ അത് ഉണ്ടാക്കി വെച്ചാൽ വളരെ എളുപ്പമാണത്. സ്കൂൾ കുട്ടികൾക്കൊക്കെ കൊടുത്തേക്കാനും ജോലിക്ക് പോകേണ്ടവർക്ക് കൊണ്ടുപോകാനും ഒക്കെ നന്നായിരിക്കും. ഇനി നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഈ സ്പെഷ്യൽ ചമ്മന്തി അരയ്ക്കാൻ വേണ്ട സാധനങ്ങൾ: വഴുതനങ്ങ, ഈ ഉണ്ട വഴുതനങ്ങ, ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് ചമ്മന്തി അരയ്ക്കുന്നത്. നല്ല ടേസ്റ്റാണത്. വഴുതനങ്ങ ഉപ്പേരി വെച്ചാൽ അധികം ആർക്കും ഇഷ്ടപ്പെടില്ല, പക്ഷെ ഇത് ഇങ്ങനെ നമ്മൾ അരയ്ക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂണ് നാളികേരം ചിരവിയത്. പിന്നെ ഉള്ളി, ഞാനിപ്പോൾ 2 ഉള്ളിയാണ് അവിടെ എടുത്തത്. ചെറുള്ളിയാണെങ്കിൽ കുറച്ചും കൂടി നന്ന്. പിന്നെ വേണ്ടത് ഒരു പീസ് ഇഞ്ചി അരിഞ്ഞതാണത്. പിന്നെ 5-8 വറ്റൽമുളക്, പിന്നെ ലേശം പുളി, ഒരു പീസ് ശർക്കര, ഒരു 2 ടേബിൾ സ്പൂൺ ഉഴുന്ന്, കറിവേപ്പില. ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിന് വേണ്ടത്. നമുക്ക് ആദ്യം ഈ വഴുതനങ്ങ ഒന്ന് വട്ടത്തിൽ നുറുക്കിയെടുക്കാം. അപ്പോൾ ഈ വഴുതനങ്ങ ഇതേപോലെ വട്ടത്തിൽ നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ വഴുതനങ്ങ ഒന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് ചെറിയൊരു ബ്രൗൺ നിറാവോളം ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് എത്രയാണ് ആവശ്യമെച്ചാൽ അതിനനുസരിച്ചിട്ട് സാധനങ്ങൾ എടുക്കാം. അപ്പോൾ 2-3 ദിവസം നമുക്ക് ചമ്മന്തി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതൊരു 3-4 ദിവസം ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഇരിക്കും. ഒന്ന് ചെറുതായിട്ട് വഴണ്ട് വരുവോളം ഇതൊന്ന് വഴറ്റി എടുക്കണം. ആദ്യം ഒന്ന് വഴണ്ട് കഴിഞ്ഞാൽ നമുക്കതൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇങ്ങനെ നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഒരുപാട് തീയിൽ വയ്ക്കുക, പാകം തീയിൽ വയ്ക്കണം. ചെറുതായിട്ട് ചുവന്ന് വന്നു തുടങ്ങി. ഒന്ന് വേവിക്കണം വഴുതനങ്ങ. എല്ലാം ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഈ വഴുതനങ്ങയൊക്കെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇത്രയായാൽ മതി. ഇനി നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതേപോലെ വേവിച്ചെടുക്കണം. ഇനി നമ്മൾ അതേ പാനിൽ തന്നെ ഈ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതിലുള്ള എണ്ണ തന്നെ മതി. വറ്റൽമുളക് ആദ്യം ഇട്ട് കൊടുത്താലേ ഒന്ന് ആയി കിട്ടുള്ളൂ. അതൊന്ന് മൂത്ത് വന്നാൽ നമുക്ക് ഈ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. ഈ ഉഴുന്ന് പരിപ്പ് ഒന്ന് റെഡ് കളറ് ആവണം. ഇപ്പം ഈ ഉഴുന്ന് പരിപ്പ് നല്ലപോലെ റെഡ് കളറായി വന്നിട്ടുണ്ട്. ഇത്രയായാൽ മതി. ഇനി നമുക്കത് ഇതിലേക്ക് മാറ്റാം. മുളകും നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നാളികേരം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് റെഡ് കളറാവണം. അപ്പോൾ ഈ നാളികേരം ഇതേപോലെ ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്.
ഇത്രയായാൽ മതി. എന്നിട്ട് നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ കറിവേപ്പില ഒന്ന് വെള്ളം വറ്റി പച്ചമണം ഒന്ന് വിടണം. അതുവരെ നമ്മൾ പൊരിച്ചെടുക്കണം. ഇപ്പം ഈ കറിവേപ്പില നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. കണ്ടോ? ഇത്രയായാൽ മതി. ഇനി നമുക്കിത് ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം വെള്ളം വറ്റിച്ച് എടുക്കണം. അതാണ്, ഒന്നിലും വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഇനി അതേ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ, ഉള്ളി വഴല ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണ്ടേ. അപ്പം ഈ ഉള്ളി നല്ലപോലെ ഡ്രൈ ആയി, ഉള്ളി ഇഞ്ചി ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് പുളി ഇട്ട് കൊടുക്കാം. ഇത്രയൊരു ചെറിയ ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി, പിന്നെ ഒരു ചെറിയ 2 പീസ് ശർക്കര. ഇതും കൂടി നമുക്കൊന്ന് വഴറ്റി എടുക്കാം. ഇനി നമുക്കിത് എല്ലാം കൂടി ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ, ഓരോന്നായിട്ടൊന്നും ഇടണ്ട. നമ്മൾ വറുത്ത് വെച്ച എല്ലാ ചേരുവകളും കൂടി ഒന്നിച്ച് ഇടാം. ഇനി ഈ പുളിയും ഉള്ളിയും ശർക്കരയും കൂടി വഴറ്റി വെച്ചതും ഇടാം. ഇനി ഈ ചമ്മന്തി നല്ല നൈസായിട്ട് അരയാൻ പാടില്ല, ഒന്ന് പരിപ്പോട് കൂടെ അരച്ചെടുക്കണം. ഇനി നമുക്കത് അരച്ചെടുത്തിട്ട് വരാം. ഒന്ന് തിരിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കറക്കി എടുക്കാനേ പാടുള്ളൂ. ഇപ്പം നമ്മുടെ ചമ്മന്തി പൾസ് ചെയ്തിട്ട് തിരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ? ഇത്രയും അറിയാൻ പാടും. കണ്ടോ? വളരെ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മളെ വഴുതനങ്ങ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് 3-4 ദിവസം എടുത്തു വെച്ച് നമുക്ക് ഉപയോഗിക്കാം. കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനും ചോറിലേക്ക് ചമ്മന്തി എല്ലാത്തിലേക്കും നന്ന്, ചപ്പാത്തിക്കായാലും ഏതിനും കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ചമ്മന്തിയാണ്. ചമ്മന്തി എന്നൊക്കെ പറയും കേട്ടോ, ഞങ്ങളിവിടെ ചമ്മന്തി എന്നാണ് പറയാറ്. ഉണ്ടോ? നല്ല സ്വാദുള്ള നമ്മളെ വഴുതനങ്ങ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വെറൈറ്റി ചമ്മന്തി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ നിർദ്ദേശങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ അപ്പോഴപ്പോൾ കാണാം. ഇനി നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.